ഇടിക്കല്ലേ വിളിച്ചോ ഈ സൈഡ് അല്പം വിളിച്ചോ. കാട് മൂടിക്കിടക്കുന്ന അയൽപുരയിടം, അതിന്റെ ഒത്ത നടുക്കായി 50 അടി താഴ്ചയുള്ള കിണർ. അതിനുള്ളിലാണ് എലിസബത്ത് 23 മണിക്കൂർ കഴിച്ചുകൂട്ടിയത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ പുല്ല് ശേഖരിക്കുകയായിരുന്ന എലിസബത്തിന് നേരെ കാട്ടുപന്നി പാഞ്ഞെടുത്തു. വീട്ടമ്മ ജീവനും കൊണ്ടോടി. രക്ഷ നേടുന്നതിനായി കിണറിന്റെ ചുറ്റുമറയ്ക്ക് മുകളിലേക്ക് ചാടിക്കയറി. പിന്നീടുണ്ടായതിന്റെ നടുക്കം വിട്ടുമാറുന്നതേയുള്ളൂ. അതിന്റെ മുകളിൽ കുറെ പലക ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പലകയെ ചവിട്ടിയപ്പോൾ താഴോട്ടങ്ങ് പോയി. 1 മണിക്കൂറിലധികം നേരത്തെ ശ്രമകരമായ പ്രവൃത്തികൾക്കൊടുവിലാണ് ഫയർഫോഴ്സ് സംഘം വീട്ടമ്മയെ വലയ്ക്കുള്ളിലാക്കി പുറത്തെത്തിച്ചത്. അവർക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കി അവരെ സുരക്ഷിതമായി മറ്റ് അപകടങ്ങളൊന്നും കൂടുതൽ ഉണ്ടാകാതെ എന്തെങ്കിലുമൊക്കെ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാകാത്ത തരത്തിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ അവരെ എത്തിക്കുകയാണ് ഉണ്ടായത്. വീട്ടമ്മയെ കാണാനില്ലെന്ന പരാതിയിൽ ഇതിനിടെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. നാട്ടുകാരും വീട്ടുകാരും എലിസബത്തിനെ കണ്ടെത്താനുള്ള പരക്കം പാച്ചിലും. ഒടുവിൽ ഉച്ചയ്ക്ക് 2:45 സഹകരണ ബാങ്ക് പ്രസിഡന്റും വാർഡ് അംഗവും കിണറിന് പരിസരത്തെത്തിയപ്പോൾ നിലവിളി കേട്ടു. പിന്നെ ഞൊടിയിടയിൽ രക്ഷാപ്രവർത്തനത്തിന് തുടക്കമായി. ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മയുടെ തോളെല്ലിനും കൈക്കും കാലിനും ക്ഷതമുണ്ടെന്ന് ഒഴിച്ചാൽ ആരോഗ്യം മെച്ചം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.